ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശോകന്റെ മകളുടെ വിവാഹം നടക്കുകയാണ്. എല്ലാവരും കാത്തിരുന്നതുപോലെ നമ്മുടെ ശ്രുതിയുടെ മലേഷ്യ കള്ളത്തരം പൊളിയുന്ന അടിപൊളിയൊരു എപ്പിസോഡാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പൊളിയാൻ മാത്രമല്ല, തെളിവ് സഹിതം ബീരാനെ സച്ചിയും രേവതിയും കൂടി ചന്ദ്രോദയത്തിൽ കൊണ്ടു നിർത്തുന്നുണ്ട്. അങ്ങനെ ശ്രുതിയെ ചന്ദ്രമതി ചന്ദ്രോദയത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്ന ഒരു എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. അങ്ങനെ വിവാഹത്തിന്റെ ഏകദേശം ഫംഗ്ഷനുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു വരികയാണ്. അപ്പൊ തന്നെ നമ്മുടെ ശ്രുതി വന്നിട്ട് രവിയോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഷോറൂം തുറക്കണം, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണെന്നേ. ഈ സമയം ചന്ദ്രമതിയും പറയുന്നുണ്ട്, രവിയേട്ടാ ഇനിയിപ്പോൾ നമ്മൾ എന്തിനാ നിൽക്കുന്നത്, നമുക്കും വീട്ടിലേക്ക് പോവാന്ന്. അങ്ങനെ ശ്രുതിയും ചന്ദ്രമതിയും രവിയും കൂടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടിയിട്ട് കൃത്യസമയത്ത് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് അവിടെ എത്തണമെന്നും പറഞ്ഞിട്ട് അവർ നേരത്തെ പോയിരുന്നു കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഏകദേശം ഒരു സമാധാനവുമാണ്. കാരണം ബീരാനെ ആരും കണ്ടില്ലല്ലോ, ഇവരെല്ലാവരും ഇപ്പൊ ഇറങ്ങിയാണ്. അപ്പോഴേക്കും രവി വിളിച്ചിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോ അധിക നേരം നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ നിങ്ങളും വരണമെന്നേ. കാരണം മറ്റേ രണ്ടുപേര് പ്രശ്നം ഉണ്ടാക്കിയവരുണ്ടല്ലോ, അവര് ഇവിടെ തന്നെ കറങ്ങി നടപ്പുണ്ട്. ഇവര് പോയി കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ട് രവിയും പറയുന്നുണ്ട്, മോളെ സച്ചിയും കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ വരണമെന്ന് കേട്ടോ. ഇതോടെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കരമായിട്ടങ്ങ് ആശ്വാസമാവാണ്. അങ്ങനെ ശ്രുതി മാറിപ്പോയി നിന്നിട്ട് ബീരാനോട് പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും പോവാണ്, ഇനി നിങ്ങൾ ധൈര്യമായിട്ട് പുറത്തിറങ്ങിക്കോളാനേ. അങ്ങനെ ശ്രുതി ഇത് പറഞ്ഞതും ബീരാനാണെങ്കിൽ വിവാഹത്തിന്റെ സമയത്ത് എല്ലാത്തിനും മാറി നിൽക്കുമായിരുന്നല്ലോ. അങ്ങനെ ബീരാൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ബീരാനെ കാണുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഇതെല്ലാം നോക്കി നടത്തിയിട്ട് കറക്റ്റ് സമയത്ത് എവിടെ പോയിരിക്കുമായിരുന്നു? അതെ, കിച്ചണിൽ എന്തൊക്കെയോ സാധനങ്ങൾ തീർന്നു പോയി, അത് വാങ്ങിക്കാനും റെഡിയാക്കാനും ഒക്കെ ഞാൻ ഓടി നടക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബീരാൻ ഇങ്ങനെ അവരെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയം സച്ചിയും രേവതിയും കൂടിയിട്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങാമല്ലോ, അശോകൻ അങ്കിളിനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്താണ് അശോകൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നത്, സച്ചി ഏതായാലും ഇത്രയും നേരം നിന്നില്ലേ, ഇനി ഇവിടെ നിന്ന് ഞങ്ങളെ വീട്ടിലേക്ക് കൂടി ഒന്നാക്കി തന്നിട്ട് പോകണമെന്നേ. അതിനെന്താ, ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാന്നും പറഞ്ഞിട്ട് കുറച്ചു നേരം കൂടി അവരവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇതൊന്നും നമ്മുടെ ശ്രുതി അറിയാതെ ശ്രുതി പോവുകയും ചെയ്തിട്ടുണ്ട്. ബീരാനാണെങ്കിൽ പുറത്തിറങ്ങുകയും ചെയ്തു. അങ്ങനെ ബീരാനെ പെണ്ണും ചെറുക്കനും എല്ലാവരും കൂടിയിട്ട് അനുഗ്രഹം മേടിക്കാനായിട്ട് ബീരാന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ബീരാനാണെങ്കിൽ ഇന്ന് സന്തോഷമായിട്ട് നല്ല നിലയിൽ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹിക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ സച്ചിയും രേവതിയും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്താണ് ബീരാൻ പെണ്ണിന്റെയും ചെറുക്കനും അനുഗ്രഹിക്കുന്ന കാണുന്നത്. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ? അപ്പോഴാണ് നമ്മുടെ സച്ചിയും ബീരാനെ കാണുന്നത്. പെട്ടെന്ന് ഞെട്ടി ഷോക്കായി പോവാണ് കേട്ടോ. അതേലോ, അയാൾ എന്താ ഇവിടെ? അത് തന്നെയാ സച്ചിയേട്ടാ, അതും പെണ്ണിനെ ചെറുക്കനെ അനുഗ്രഹിക്കണമെങ്കിൽ ഇവരുടെ റിലേറ്റീവ്സ് ആണോ ഇയാളെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം നമ്മുടെ അശോകനാണെങ്കിൽ സച്ചിയുടെ രേവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെ, ഞാൻ നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട ആളെ പരിചയപ്പെടുത്തണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഇത് തന്നെയാ കറക്റ്റ് സമയം. ദേ ആ പയ്യനെയും ചെറുക്കനെയും പെണ്ണിനെയും ചെറുക്കനെയും അനുഗ്രഹിക്കുന്ന ആളുണ്ടല്ലോ, അതാണ് ബീരാൻ. അത് പയ്യന്റെ ഒരേ ഒരു അമ്മാവനാണെന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ബീരാനെ പരിചയപ്പെടുത്തുന്നത് ആരെയാണെന്ന് ബീരാൻ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് സച്ചിയും രേവതിയും കാണുന്നത്. ബീരാനും ആകെ അങ്ങ് ഷോക്കായി പോവാണ് കേട്ടോ. നിന്നെടുത്തോന്ന് താഴെ വീഴുന്ന അവസ്ഥയില് ബീരാൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഈശ്വര ഇനി എങ്ങോട്ടാ ഇവിടെ നിന്നൊന്ന് ഓടി ഒളിക്കുക, ഓടാനും വഴി കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ബീരാനെ അശോകൻ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ബീരാൻ ഇങ്ങോട്ടേക്ക് വാ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നേരിട്ട് നടത്തിയത് സച്ചിയും രേവതിയുമാണെന്ന്. ഇവരെ നിങ്ങളെ രണ്ടുപേരെയും പരസ്പരം പരിചയപ്പെടുത്തണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണെന്നും പറഞ്ഞിട്ട് സച്ചിയും രേവതിയും ബീരാനും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈ സമയം സച്ചിക്കുന്നുണ്ട്, അല്ല ഇയാളുടെ പേര് ബീരാൻ എന്നല്ലേ പറഞ്ഞത്, അപ്പൊ ഫെബിന്റെ അമ്മാവനാകുന്ന എങ്ങനെയാണെന്നേ. അപ്പോഴേക്കും ഓ അത് ഞാൻ അങ്ങ് മറന്നു. സച്ചി
ഇദ്ദേഹത്തിന്റെ പേര് മറ്റൊരു പേര് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതാണ് എന്നാ ഇദ്ദേഹം അഭിനയിച്ച ആദ്യത്തെ കഥാപാത്രത്തിന്റെ പേരാണ് ബീരാൻ എന്നുള്ളത്. അത് ഭയങ്കര ഫേമസ് ആയതോടുകൂടി എല്ലാവരും നാട്ടിലും വീട്ടിലും ബീരാൻ എന്നാണ് വിളിക്കുന്നതെന്ന് പറയാണേ. അപ്പോഴേക്കും അശോകൻ വീണ്ടും സച്ചിയോട് പറയുന്നുണ്ട്, ഭയങ്കര നടനാണ്, നല്ല രീതിയിൽ കുറെ നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയുക. അപ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട്, ആ സച്ചിയേട്ടാ, ഇദ്ദേഹത്തിന്റെ അഭിനയങ്ങളൊക്കെ നമ്മളും കണ്ടിട്ടില്ലേ, ഇദ്ദേഹം ഇളയച്ചനായിട്ട് ഒരു റോളിൽ അഭിനയിച്ചിരുന്നു, അതാണ് ഗംഭീരമായതെന്നേ. അപ്പോഴേക്കും സച്ചിൻ പറയുന്നുണ്ട്, അതേ രേവതി, ആ റോള് ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയാണ്. ബീരാനങ്ങ് നിന്ന് ഉരുകി പോവാണ്. അശോകനാണെങ്കിൽ ഇവര് സത്യമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേറൊന്നും അറിയുന്നില്ലല്ലോ, ശരി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരെയും പരസ്പരം പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് അശോകന് നിൽക്കുകയാണ്. സച്ചിയപ്പ പറയുന്നുണ്ട്, രേവതി, ഇദ്ദേഹം മഹാനടനാണല്ലോ എന്നാണല്ലോ പറയുന്നത്. എന്തായാലും ഈ കല്യാണത്തിന്റെ കാര്യങ്ങളും മുന്നിട്ട് നടത്തിയത് ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം തന്നെ നമുക്ക് കൊടുക്കണ്ടേന്നേ. അപ്പൊ രേവതിയും പറയുന്നുണ്ട്, പിന്നെ സച്ചിയേട്ടാ, അതെന്തൊരു ചോദ്യമാ, വലിയൊരു സ്വീകരണം തന്നെ കൊടുക്കണോന്നേ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, എന്താ ചെറിയച്ച പോവല്ലേന്നേ. അപ്പൊ ബീരാൻ ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ്. കാരണം സച്ചിയും രേവതിയുമാണ്. സച്ചിനി തന്നെ കൊണ്ടുപോയി കൊല്ലുമെന്നുള്ള ഭയം കൂടി ഉണ്ട് കേട്ടോ. കാരണം സച്ചി അടിച്ച് ശരിയാക്കുമെന്നുള്ള കാര്യം ബീരാൻ അറിയാം. ബീരാൻ ഇങ്ങനെ മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് പേടിച്ചിട്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രോദയത്തിലാണ് കേട്ടോ. എല്ലാവരും കല്യാണം കഴിഞ്ഞ് ചെന്നിരുന്നിട്ട് ചന്ദ്രയും രവിയും കൂടിയിട്ട് കല്യാണ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. രവി പറയുന്നുണ്ട്, എന്തായാലും നല്ല രീതിയിൽ വിവാഹമൊക്കെ നടന്നു, നല്ല കുടുംബക്കാരാണെന്നൊക്കെ. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, നല്ല രീതിയിലൊക്കെ നടന്നു, പിന്നെ നല്ല കുടുംബക്കാരാണെന്ന് പറയാം, എന്നാൽ കുറച്ച് പണവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് പറയുന്നതിന് ഒരു അന്തസ്സുണ്ടായിരുന്നേ. അപ്പോഴേക്കും രവിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എന്താ ചന്ദ്രേ, പണത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഒരാളുടെ അഭിമാനവും കുടുംബത്തിന്റെ മഹിമയും ഒക്കെ പറയുന്നത്? അല്ലെങ്കിലും നീ അങ്ങനെ തന്നെ പറയൂന്ന് എനിക്കറിയാന്നേ. അല്ല രവിയേട്ടാ, ഞാൻ അങ്ങനല്ല പറഞ്ഞത്, നല്ല കുടുംബക്കാരൊക്കെയാണ്, എന്നാൽ കുറച്ച് പണം കൂടി ഉണ്ടായിരുന്നെങ്കിലേ അതെല്ലാവരോടും പറയുമ്പം നമുക്കൊരു അന്തസ്സും കൂടിയല്ലേ. അതെ, എനിക്കല്ല, നീയാണങ്ങനെ പണത്തിന്റെ മഹിമ നോക്കി അന്തസ്സ് പറയുന്നതെന്നേ. അതല്ല രവിയേട്ടാ, ഞാൻ പറഞ്ഞതേ, ഇപ്പൊ തന്നെ നമ്മുടെ കുടുംബത്തിൽ നോക്ക്, വർഷയും ശ്രുതിയാണെങ്കിൽ വലിയ പണക്കാരി വീട്ടിലെ മരുമക്കളാണ്. അത് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു അഭിമാനമല്ലേ. അത് ചന്ദ്രൻ, നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി, ഞാൻ അങ്ങനെയല്ല. അതെ, രവിയേട്ടൻ അങ്ങനെ പറയുള്ളൂ, ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാണല്ലോ, അവര് നല്ല അന്തസ്സുള്ള കുടുംബത്തിലാണെന്ന് പറയുമ്പോൾ രവിയേട്ടന് ഇഷ്ടപ്പെടില്ല. രവിയേട്ടൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകള് വല്ല പൂ കെട്ടുന്നവളല്ലേ, അപ്പൊ രവിയേട്ടൻ അത് സമ്മതിച്ചു തരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. എന്നാൽ രവി പറയുന്നുണ്ട്, ചന്ദ്രൻ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ മരുമക്കളെ ത്രാസിലിരുത്തി തൂക്കല്ലെന്നുള്ള കാര്യം. എന്തായാലും ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകള് ഒരിക്കലും അവളുടെ ഗുണവും നന്മയും നഷ്ടമാകില്ല, അവള് നല്ലവള് തന്നെയാണ്. എന്നാൽ പണം ഇന്ന് വരും നാളെ പോകുമെന്ന് രവി പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, രവിയേട്ടാ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും കുരുവി എന്ന് പറയുന്നത് ഒരു നിശ്ചയ ദൂരവേ പറക്കാൻ കഴിയുള്ളല്ലോ. എന്തായാലും രേവതിക്ക് ശ്രുതിയുടെ 7 അയലത്ത് എത്താൻ പോലും ഒരിക്കലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണേ. ആ പാവം, എന്തായാലും ശ്രുതിയുടെ അച്ഛൻ പെട്ടെന്ന് അങ്ങ് പോയി. ഇനിയിപ്പോ സ്വത്തിന്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇളയച്ചനാണെങ്കിൽ ഉടനെ തന്നെ ശ്രുതിയുടെ പേരിൽ ആ സ്വത്തുക്കളെല്ലാം കൊടുക്കും. പിന്നെ നമ്മുടെ ശ്രുതിയുടെ പേരും പ്രശസ്തിയും എല്ലാം അങ്ങ് മാറുമല്ലോ. പിന്നെ അവർക്ക് രാജയോഗമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയമാണ് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും എൻട്രി. സച്ചിയെ കണ്ടതും രവി ചോദിക്കുന്നുണ്ട്, എന്താടാ അവിടുത്തെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞോ? നിങ്ങളെന്താ ഇപ്പോൾ വന്നേനെ? അച്ഛാ, ഞങ്ങള് അശോകൻ ഞങ്ങൾ പറഞ്ഞിട്ട് അവരെ എല്ലാവരെയും വീട്ടിലാക്കിയിട്ടാണ് വരുന്നത്. പിന്നെ ചെറിയ ചടങ്ങുകളും കൂടിയൊക്കെ ബാക്കിയുണ്ട്, അത് കഴിഞ്ഞിട്ട് പോവാന്ന് അവര് നിർബന്ധിച്ചതാണ്. എന്നാ പിന്നെ നിങ്ങൾ അതുകൂടി കഴിഞ്ഞിട്ട് പോന്നാ പോരായിരുന്നോ എന്ന് രവി ചോദിക്കുന്നുണ്ട്. അല്ലച്ചാ, അതിലും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നമ്മുടെ വീട്ടിൽ നടത്താനുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ കയ്യോടെ ഇങ്ങ് വന്നേന്നും പറഞ്ഞിട്ട് സച്ചി പറയണേ. അപ്പോഴേക്ക് രവി വയ്ക്കുന്നുണ്ട്, അതെന്താടാ ഇവിടെ എന്താ ഇനിയിപ്പോ ചടങ്ങ് നടക്കാൻ പോന്ന? അതെ, എല്ലാവരെയും ഒന്ന് വിളിക്കട്ടെ അച്ഛൻ ധൃതി വെക്കാതെ എന്ന് പറയാനേ. എന്നിട്ട് സച്ചിയാണെങ്കിൽ
എന്തിയെ പൗഡറേട്ടത്തി വിളി. പൗഡറേട്ടത്തിയാണ് ഈ ചടങ്ങിന് മുമ്പിൽ നിന്ന് നേതൃത്വം കൊടുക്കേണ്ടത്. ശ്രുതി, വർഷേ, ശ്രീകാന്തെ എല്ലാവരും ഇങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞിട്ട് സച്ചി ഉറക്കെ വിളിക്കുകയാണ്. ഈ സമയം രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ വർഷയും ശ്രീകാന്ത് റിസോർട്ടിലേക്ക് പോയില്ലേ? ഓ, ഞാൻ അതങ്ങ് മറന്ന് രേവതി. എന്തായാലും ഈ ഒരു സീൻ കാണാനായിട്ട് അവരും കൂടി വേണ്ടതായിരുന്നു. ആ സാരമില്ല, അവർക്ക് നമുക്ക് പിന്നീട് നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. എന്തായാലും സുധി എടാ ഇങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞിട്ട് വിളിക്കുന്ന കേട്ടിട്ട് സുധിയാണെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഷോറൂമിൽ പോകാമെന്നും പറഞ്ഞിട്ട് അവിടെ പോയി റെസ്റ്റ് എടുക്കുമായിരുന്നു. എന്താടാ എന്തിനാ ഇവിടെ നിന്ന് വിളിച്ചു പോകുന്നത്? ഞാനൊരു ഇച്ചിരി റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയതാന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷീണത്തോടു കൂടി എഴുന്നേറ്റ് വരികയാണ്. ഈ സമയം ശ്രുതി മറ്റെന്തോ പണിയിലാണ്. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, എടാ നീ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്, ഇവന് വേറെ പണിയൊന്നും ഇല്ലാതെ വിളിച്ചു കൂവുന്നതാണെന്ന്. ഈ സമയം ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, അല്ല ചന്ദ്രേ, സച്ചിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൂടി കേട്ടിട്ട് പോയാൽ മതിയെന്നേ. എന്താന്ന് വെച്ചാൽ നീ കാര്യം പറയുന്ന രവി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ പണ്ട് നമ്മളോടെ അച്ഛമ്മ സ്ഥിരമായിട്ട് പറഞ്ഞു തരുന്ന ഒരു കഥയില്ലായിരുന്നോ, ഒരു കുറുക്കന്റെ കഥ. കുറുക്കൻ പല വേഷങ്ങളാണിയും, എന്നാ ഒരു ദിവസം ആ കുറുക്കന്റെ സകല മുഖംമൂടിയും അഴിഞ്ഞു വീഴുന്ന ഒരു കഥയില്ലേ, ആ അതമ്മ പണ്ടെപ്പോഴോ പറഞ്ഞത് ഓർക്കുന്നുണ്ടടാ. അതെന്തിനാ ഇപ്പൊ പറയുന്നേനെ? അതച്ഛാ അതുപോലെ തന്നെ ഇവിടെ ഒരു കുറുക്കന്റെ മുഖംമൂടി ഇന്ന് അഴിഞ്ഞു വീഴാൻ പോവുകയാണ്. അതെ, എത്ര കാലം ഈ മുഖംമൂടി അണിഞ്ഞ് നടക്കാന്ന് ഈ കുറുക്കൻ അറിയില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, രേവതി നിന്റെ ഭർത്താവിനിപ്പോ എന്താ പറ്റിയത്? കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ബോധമെല്ലാം പോയോ? എന്തൊക്കെയാ വിളിച്ചു പറയുന്നതെന്ന് പറയണേ. എന്നാ രേവതി പറയുന്നുണ്ട്, അതെ ശ്രുതി, എൻ്റെ സച്ചിയേട്ടന് ഒരു കാര്യമില്ലാതെ ഒന്നും പറയില്ലെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇന്ന് ഇവിടെ ഒരാളുടെ മുഖംമൂടി അഴിഞ്ഞു വീഴാൻ തന്നെ പോവുക, അതിനെക്കുറിച്ചാണ് സച്ചിയേട്ടൻ പറയുന്നതെന്നേ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്താടി നിന്റെ കെട്ടിയോനും നീയും കൂടി ഇവിടെ വന്ന് ഒരു ഭ്രാന്ത് വിളിച്ചു പറയുന്നതിന് കൂട്ടും കൂടി നിൽക്കുവാണോ? നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കെന്നും പറഞ്ഞിട്ട് ശ്രുതിയെ അകത്തേക്ക് കയറ്റി വിടാൻ തുടങ്ങുകയാണ്. രവിയപ്പ പറയുന്നുണ്ട്, ചന്ദ്രൻ ഇവരൊരു കാര്യമില്ലാതെ എല്ലാവരെയും വിളിച്ചു കൂട്ടില്ലെന്നറിയാലോ, ഇവർക്ക് എന്താ പറയാനുള്ളതെന്നും കൂടി കേട്ടിട്ട് പോന്നേ. അതാണ് അച്ഛൻ്റെ കാര്യം കറക്റ്റായിട്ട് അറിയാമെന്നും പറഞ്ഞിട്ട് സച്ചി വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറയുക കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ ഇവനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് ദേഷ്യപ്പെടുക. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ പൗഡറേട്ടത്തി വിഷമിക്കണ്ട, ഇപ്പോ ഞങ്ങളൊരു ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെ ഒരു ചടങ്ങ് നടത്തും, അപ്പോഴേക്കും ആരെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതെന്ന് നമുക്കറിയാന്നേ. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, എടാ നീ കാര്യം വലിച്ചു നീട്ടാതെ കാര്യം എന്താന്ന് വെച്ചാ പറ, ആരാ ഇവിടെ ഗസ്റ്റായിട്ട് വന്നേക്കുന്നത്? രവതി അദ്ദേഹം പുറത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ, ഇങ്ങ് വിളിയെന്ന് പറയാണേ. അപ്പോഴേക്കും രവിയും ചോദിക്കുന്നുണ്ട്, എടാ നീ എന്തൊക്കെയാ പറയുന്ന, ആരാ പുറത്ത് വന്ന് നിൽക്കുന്നത്? അച്ഛൻ ധൃതി വെക്കല്ലേ, ഇളയച്ചാന്ന് പറഞ്ഞിട്ട് ഉറക്കി ഇങ്ങ് വിളിക്കുകയാണ്. ഇളയച്ചനോ? ആരുടെ ഇളയച്ചൻ? അതെ അദ്ദേഹത്തിനെ നേരിട്ട് കാണുമ്പോൾ അച്ഛന് നന്നായിട്ട് മനസ്സിലാവുമെന്നും പറഞ്ഞ് സച്ചി വിളിക്കുകയാണ് കേട്ടോ. ആ വിളിയിൽ നമ്മുടെ വീരാന് അകത്തേക്ക് അങ്ങ് കയറി വരുവാണ്. വീരാനെ കാണുന്നതും നമ്മുടെ ശ്രുതിയാണെങ്കിൽ അങ്ങ് ഞെട്ടി ഷോക്കായി പോവാണ് കേട്ടോ. തൻ്റെ എല്ലാ പ്ലാനിങ്ങും ഇന്നത്തോടു കൂടി അവസാനിച്ചു എന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും നമ്മുടെ ശ്രുതിയല്ലേ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ല. ഈ സമയം നമ്മുടെ ശ്രുതിക്കും ചന്ദ്രമതിക്കും ഇളയച്ചനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. ആഹാ, അയ്യോ ഇളയച്ചനായിരുന്നോ? ദേ ഇങ്ങോട്ട് നോക്കിയ രവിയേട്ടാ, ശ്രുതിയുടെ ഇളയച്ചനാ വന്നേക്കുന്നത്, സ്വീകരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്വീകരണവും ഇരുത്തവും ഒക്കെയാണേ. ചന്ദ്രയാണെങ്കിൽ വരൂ കയറി വരൂ രവിയേട്ടാ നിങ്ങൾ വിളിക്കുന്നൊക്കെ പറയാണ്. എന്നാൽ നമ്മുടെ ബീരാനാണെങ്കിൽ അവിടെ തന്നെ ഇങ്ങനെ മടിച്ച് നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അയ്യോ ഇളയച്ച ഇങ്ങനെ മടിച്ചു നിൽക്കാതെ ഉള്ളിലേക്ക് കയറി വരുമെന്നേ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ബീരാൻ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ബീരാനാണെങ്കിൽ മറ്റാരെയും തലയുയർത്തി നോക്കുന്ന പോലും ഇല്ല കേട്ടോ. ചന്ദ്രമതി പറയുന്നുണ്ട്, അയ്യോ ശ്രുതി നീ എന്താ ഇളയച്ചൻ വരുന്നെന്ന് പോലും ഒരു വാക്ക് പറയാഞ്ഞെന്നേ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നിന്ന് ടെൻഷൻ അടിച്ച് ബബ അടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി
നീ അന്ന് ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പൈസ ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയായിരിക്കും വന്നതല്ലേ? ഇതോടെ കേൾക്കുമ്പോൾ ചന്ദ്രമതിക്കും ഭയങ്കര സന്തോഷമാണ്. അയ്യോ ആണോ, ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സ്വീകരിച്ചിരുത്തുകയാണേ. രവിയും എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ബീരാനാണെങ്കിൽ ഭയങ്കര വിഷമത്തോടു കൂടി തന്നെ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണല്ലോ. ശ്രുതിയാണെങ്കിലും ഭയങ്കര സന്തോഷത്തിലാണ്. ശ്രുതി, എന്നാലും നീ ഇളച്ചൻ വരുന്നത് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോന്നേ. ഞാൻ അറിഞ്ഞില്ല എന്ന് പറയണേ. ഓ, സർപ്രൈസ് ആയിട്ട് നമുക്ക് ക്യാഷ് തരാൻ വേണ്ടി വന്നതായിരിക്കുമല്ലേന്നേ. ഈ സമയം ചന്ദ്രമതിയും പറയുന്നുണ്ട്, എന്തായാലും ശ്രുതിയുടെ അച്ഛൻ പോയി, അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ പോലും ഞങ്ങൾക്ക് ആർക്കും കഴിഞ്ഞില്ല. എന്നാലും സാരമില്ല, ശ്രുതിയുടെ ഇളയച്ചനാണല്ലോ അവിടുത്തെ കേസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. മലേഷ്യയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ ശ്രുതിയുടെ അച്ഛന് പകരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണം, നമ്മളെല്ലാവരും ഒരു കുടുംബമാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ സംസാരിക്കുകയാണ് വാതോരാതെ. അപ്പോഴേക്കും വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി വിളിച്ചിട്ടാണ് വന്നത് എന്നൊക്കെ. എന്നാൽ ബീര മിണ്ടാതിരിക്കുന്ന സമയത്ത് സച്ചി കയറി പറയുന്നുണ്ട്, അതെ ഇളയച്ചനെ ഞാനാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്നേ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഒരു പിടിവള്ളി കിട്ടിയതുപോലെ ശ്രുതി പെട്ടെന്ന് തന്നെ അതിനകത്ത് കയറി അങ്ങ് പിടിക്കുന്നുണ്ട്. ശ്രുതി ഇങ്ങോട്ട് വന്നിട്ട് ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, കണ്ടില്ല ആൻറ്റി, ഇളയച്ചൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം ഇപ്പോൾ ഒരുപാട് വിഷമത്തിലാണുള്ളത്. ഈ സച്ചിയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇളയച്ചനെ ഇങ്ങോട്ട് ബലം പിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നായിരിക്കും. എന്തോ ബിസിനസ്സിനോ മറ്റോ കാര്യത്തിന് ഇളയച്ചൻ വന്നിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, സോറി ഇളയച്ച, ഈ സച്ചിക്ക് എവിടെ എന്തെങ്ങനെ പറയണമെന്നും എന്ത് ചെയ്യണമെന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഒച്ചയിടുകയാണേ. ഈ സമയം രേവതി പറയുന്നുണ്ട്, അതെ ശ്രുതി, നീ കൂടുതലായിട്ടൊന്നും പറയണ്ട. എൻ്റെ സച്ചിയേട്ടന് എപ്പോൾ എന്തെങ്ങനെ എവിടെ പറയണമെന്നും എന്ത് ചെയ്യണമെന്നും ആരെ എപ്പോൾ എങ്ങനെ കാണണമെന്നൊക്കെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വീണ്ടും ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ്. ഇളയച്ച വിഷമിക്കണ്ട, വാ നമുക്ക് ഉള്ളിലേക്ക് പോയി ബാക്കി സംസാരിക്കാമെന്നും പറഞ്ഞിട്ട് ബീരാനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കുകയാണല്ലോ. ഈ സമയം സച്ചിയാണെങ്കിൽ പൗഡർ ഇട്ടെത്തിയെന്നും പറഞ്ഞിട്ട് ഒരു വിളി അങ്ങ് വിളിക്കുന്നുണ്ട്. പൗഡറായിട്ട് ഇങ്ങനെ ഇളയച്ചനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്. എന്നാൽ ഇത് ഇളയച്ചനാ, പൗഡറായിട്ടത്തിയുടെ ഇളയച്ചനാണോ? ഇളയച്ചൻ എന്ന് വെച്ചാൽ അങ്കിൾ അല്ലേ? എന്നാലേ ഇത് അച്ഛനറിയോ, ഇത് മറ്റൊരാളുടെ ഇളയച്ചനും കൂടിയാണെന്നേ. അപ്പോഴേക്ക് രവി വയ്ക്കുന്നുണ്ട്, സച്ചി നീ എന്തൊക്കെയാ പറയുന്നത്? അതെ, പൗഡർ ഏട്ടത്തിയുടെ മലേഷ്യയിലെ ഇളയച്ചൻ എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ, എന്നാൽ ഇപ്പോൾ ഇത് മറ്റൊരാളുടെ അങ്കിളാണ്. അങ്കിൾ എന്ന് വെച്ചാൽ അമ്മാവൻ, അമ്മയുടെ ആങ്ങള. അതാരുടേതാണെന്നറിയോന്നേ. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണല്ലോ. സച്ചി പറയുന്നുണ്ട്, നമ്മുടെ അശോകൻ അങ്കിളിന്റെ മാളുവിനെ കെട്ടിയ പയ്യൻ ഫെബിൻ ഉണ്ടല്ലോ, ഫെബിൻ്റെ ഒറിജിനൽ അമ്മാവനാണ് ഈ നിൽക്കുന്നതെന്ന്. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്, ഇതെന്തായി പറയുന്നതെന്ന്. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഫെബിനും ശ്രുതിയും തമ്മിൽ ബന്ധുക്കാരാണോന്നേ? ഓ എൻ്റെ അച്ഛൻ എപ്പോഴും നേരായ മാർഗത്തിലൂടെ മാത്രമേ ചിന്തിക്കുള്ളൂ. എന്നാൽ അതൊന്നുമല്ല ഈ കഥയിലെ ട്വിസ്റ്റ്. നമ്മളെല്ലാവരും ഇത്രയും നാള് പറ്റിക്കപ്പെടുകയായിരുന്നെന്ന് സച്ചി പറയാട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ അങ്ങ് വല്ലാണ്ടാവുകയാണ്. ഇന്നെല്ലാത്തിനും പിടിവീഴുമെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്നും ശ്രുതി വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നില്ല. ഇളച്ച, ഇവൻ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? ഇളയച്ച വാ, ഇനി ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബീരാനെ വിളിക്കുന്നുണ്ടെങ്കിലും ബീരാന് ഒന്നും മറുപടി കൊടുക്കാതെ ഇങ്ങനെ തലകുനിച്ച് മാത്രമേ നിൽക്കുന്നുള്ളൂ. എന്നാൽ ചന്ദ്ര പറയുന്നുണ്ട്, എടാ ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ശ്രുതിയുടെ ഇളയച്ചനും അശോകൻ അങ്കിളിൻ്റെ വീട്ടുകാരുമായിട്ട് ഒരു ബന്ധം വരികയാണേ? അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ, ഇവൻ എന്തെങ്കിലുമൊക്കെ വല്ലോ കള്ളും കുടിച്ചിട്ട് വന്നിട്ട് വിളിച്ച് കൂവുന്നതായിരിക്കും. കല്യാണം കഴിഞ്ഞിട്ടേ അവിടെ വല്ല പാർട്ടി ഉണ്ടായിരുന്നായിരിക്കും, അല്ലാതെ എന്താ. ശ്രുതിയുടെ ഇളയച്ചനാണെങ്കിൽ ഇമ്പോർട്ടിങ് ആൻഡ് എക്സ്പോർട്ടിങ് ബിസിനസ് ഒക്കെ ആണല്ലേ എന്ന് പറയാനേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അതെ ഇമ്പോർട്ടിങ് ആൻഡ് എക്സ്പോർട്ടിങ് ആണ്. ഇങ്ങനെ കഷ്ണമാക്കി തുണ്ടിച്ച് മാറ്റുമെന്നുള്ള ഡയലോഗേ ഇളയച്ചൻ പണ്ട് തൊട്ടേ പറയാറില്ലായിരുന്നോ? ആ ഒരു ബിസിനസ് തന്നെയാണ് ഇദ്ദേഹത്തിനെ നമ്മുടെ നാട്ടിൽ ഇറച്ചിക്കടയാണെന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും വീണ്ടും ചന്ദ്ര പറയുന്നുണ്ട്, എന്തൊക്കെയാടാ നീ വിളിച്ചു പോകുന്നതെന്നേ. അപ്പോഴേക്കും എന്താ, അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, എടാ നീ എന്തായി പറയുന്നത്? ഇദ്ദേഹം മലേഷ്യയിലെ ബിസിനസ്സുകാരനാണ്. ഇനി അശോകൻ അങ്കിളിൻ്റെ ബന്ധുക്കളുമായിട്ട് ഇദ്ദേഹത്തിന് ഡിസ്റ്റന്റ് റിലേറ്റീവ് വല്ലതും ആണോ എന്ന് ചോദിക്കുകയാണേ.
അയ്യോ അച്ഛാ, ഞാൻ കഥ മുഴുവൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും പറയാൻ തുടങ്ങാം. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, അതെ, നീ എന്തൊക്കെ പറഞ്ഞാലും ശ്രുതിയുടെ മലേഷ്യയിലെ കുടുംബം എങ്ങനെ എത്ര പണവും അഭിമാനവും ഉള്ളവരാണ്. അവരുമായിട്ട് എങ്ങനെയാ ഈ അശോകൻ അങ്കിളുടെ ഫാമിലിക്ക് റിലേറ്റീവ്സ് വരുന്നത്? ഒരിക്കലും അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി പുച്ഛത്തോടു കൂടി പറയുക കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് ടെൻഷൻ അടിച്ച് ഇനി എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണേ. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, എടാ നീ എന്തിനാ ആവശ്യമില്ലാതെ പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നേ, നിനക്ക് ചിലപ്പോൾ ആള് മാറിപ്പോയതായിരിക്കും വല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ ആൻറ്റി, ഇവനെ എപ്പോഴും എല്ലാവരെയും സംശയത്തോടു കൂടിയല്ലേ കാണുള്ളൂ. വെറുതെ ഇളയച്ചനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, പൗഡറേട്ടത്തെ അങ്ങനെ അങ്ങ് ധൃതി വെക്കാൻ വരട്ടെ അച്ഛാ, ഇദ്ദേഹത്തിന്റെ മലേഷ്യയിലൊന്നും അല്ല നാട്, ഇദ്ദേഹത്തിന്റെ നാട് എവിടെയാണോന്ന് അറിയൂന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലപ്പേര് പറയാണ് കേട്ടോ. അവിടെ ഇറച്ചി വെട്ടുകാരൻ ബീരാൻ എന്നാണ് ഇദ്ദേഹം പ്രധാനമായിട്ട് അറിയപ്പെടുന്നത്. ഇദ്ദേഹം ഒരു നാടക നടനും കൂടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, എടാ സച്ചി, നീ എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ രേവതി പറയുന്നുണ്ട്, അതെ അച്ഛാ, അന്ന് എനിക്ക് വലിയൊരു ഓർഡർ കിട്ടിയപ്പോൾ നമ്മളിവിടെ ബിരിയാണി വെച്ചല്ലോ, അന്ന് ഞാൻ പോയി ഇറച്ചി വാങ്ങിയത് ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്നാണെന്നേ. അപ്പോഴേക്കും എല്ലാവരും അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. ഈ സമയം ശ്രുതി പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി ദേ ശ്രുതി, ഇങ്ങോട്ടേക്ക് നോക്ക്. എൻ്റെ ഇളയച്ചനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഈ ഇളയച്ചനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ സച്ചി കാണിക്കുന്നത്. ഇളയച്ചൻ ടെൻഷൻ അടിക്കണ്ട, ഇവിടെ എവിടെയെങ്കിലും ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അവിടെ പോയിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ശ്രുതി ഇളയച്ചനെ വിളിച്ചിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങാണ്. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, നിക്ക്, എന്ത് കാര്യം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഇവിടെ തന്നെ സംസാരിച്ചാൽ മതിയെന്നേ. അപ്പോഴേക്ക് ശ്രുതിയും പറയുന്നുണ്ട്, എടാ നീ എന്തിനാ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? ഇളയച്ചനെ ഞങ്ങളുടെ തരാൻ പോകുന്ന സ്വത്തിനെ കുറിച്ചും പണത്തിനെ കുറിച്ചും ഒക്കെ പറയാൻ വന്നതായിരിക്കും, അതൊക്കെ നിങ്ങൾ കേൾക്കണമെന്ന് എന്തിനാ വാശി പിടിക്കുന്നത്? ബാ ഇളയച്ച, പോകാന്നേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് പോകാൻ പറ്റേ അച്ഛാ, ഇദ്ദേഹം മലേഷ്യക്കാരനുമല്ല, ഇദ്ദേഹം മലേഷ്യ കണ്ടിട്ട് പോലുമില്ല, മലേഷ്യയിലേക്ക് പോകാൻ ഒരു പാസ്പോർട്ട് പോലും ഇല്ലെന്നൊക്കെ പറയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ദേ രവിയേട്ടാ, ഇവൻ കുടിച്ചിട്ട് വന്നിട്ട് എന്തൊക്കെയോ ഭ്രാന്ത് വിളിച്ച് പറയാണ്, ഇവനോട് മര്യാദയ്ക്ക് അകത്ത് കയറി പോവാനേ. എന്നാ രേവതി പറയുന്നുണ്ട്, അമ്മേ, സച്ചിയേട്ടൻ സ്വബോധത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്, ഇദ്ദേഹം മദ്യപിച്ചിട്ടൊന്നുമില്ലാന്ന്. രവി പറയുന്നുണ്ട്, സച്ചി, നീ എപ്പോഴും പറയുന്നത് പോലെ തമാശയല്ല, ഇത് ഒരു കുടുംബ പ്രശ്നമാണ്, നീ ആവശ്യമില്ലാത്തതൊക്കെ വിളിച്ച് പറയല്ലെന്നേ. എൻ്റെ അച്ഛൻ എല്ലാവരും ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ കുടുംബത്തിൽ കയറി എല്ലാവർക്കും പറ്റിക്കാന്ന് വിചാരിക്കുന്നത് എന്നൊക്കെ പറയണേ. എപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അയ്യോ, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നോന്നേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ, നിക്ക്, ഇപ്പോഴേ ഭ്രാന്ത് പിടിച്ച് തളർന്നു പോയല്ലേ, ഇനി കേൾക്കാനുള്ളത് മുഴുവൻ കേട്ടിട്ട് ബാക്കി തീരുമാനിക്കുന്നേ. അപ്പോഴേക്കും ശ്രുതി മുന്നോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി ദേ വെറുതെ ഇവന് അങ്കിളിനെ ഇൻസൾട്ട് ചെയ്യുവാണ്, ബാ അങ്കിൾ, നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നേ. അപ്പോഴേക്കും, അതെ, ഇദ്ദേഹം നിന്റെ അങ്കിളും അല്ല ചെറിയച്ഛനും അല്ല, ഇദ്ദേഹം ഇറച്ചി വെട്ടുകാരൻ ബീരാനാണ്, ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്നാണ് അന്ന് രേവതി നല്ല ടേസ്റ്റുള്ള ഇറച്ചി മേടിച്ചുകൊണ്ട് വന്നേനെ. അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ എടാ, ഇളയച്ചനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നിങ്ങൾ ഇവിടെ എന്താ പ്രാങ്ക് ചെയ്യുവാണോന്ന്? അതെ, പ്രാങ്ക് ചെയ്യുന്നതൊക്കെ നിന്നെയാണ്, ഇത്രയും നാള് വെറും മണ്ടനാക്കി വെച്ചിട്ട് പൗഡർ ഏട്ടത്തെയാണ് നിന്നെ ഇങ്ങനെ പ്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നേ. ഇതോടെ കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് കാര്യങ്ങൾ മൊത്തം തീർന്നു പോയി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ബീരാൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണല്ലോ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ദേ ഇളയച്ച, നിങ്ങൾ ഇനിയിപ്പോൾ ഇത്രയും നാള് ഒരു കുടുംബത്തെ മുഴുവനാണ് പറ്റിച്ചുകൊണ്ടിരുന്നത്, ഇനിയെങ്കിലും നിങ്ങൾ സത്യം തുറന്നു പറയുന്നേ. എന്നാൽ ശ്രുതിയാണെങ്കിൽ ബീരാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അയ്യോ പറയല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മുഖം വെച്ചിട്ട് കെഞ്ചാണ്. എന്നാൽ ബീരാനാണെങ്കിൽ ശ്രുതിയെ നോക്കാതെ തന്നെ രവിയുടെ അടുത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് രവിയോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം, സച്ചിൻ രേവതിയും പറയുന്നതെല്ലാം ശരിയാണ്, എൻ്റെ പേര് ബീരാനാണ്, ഞാൻ നാട്ടിലൊരു ഇറച്ചി വെട്ടുകാരൻ നടത്തുന്നതാണ്, നാട്ടിലെ ഫേമസ് ഇറച്ചി വെട്ടുകാരനാണ് ഞാനെന്നേ. അപ്പോഴേക്ക് ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ശ്രുതിയുടെ മലേഷ്യയിലെ അച്ഛനോ? മലേഷ്യയിലെ അച്ഛൻ്റെ അനിയനല്ലേ നിങ്ങളെന്നേ?
അല്ല, ഞാൻ മലേഷ്യയിൽ പോയിട്ടുമില്ല, എനിക്ക് ശ്രുതിയുടെ അച്ഛനെ അറിയ പോലും ഇല്ലാന്നേ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര വീണ്ടും ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ വന്നിട്ട് പറഞ്ഞതോ ശ്രുതിയുടെ അച്ഛൻ മരിച്ചുപോയി എന്നൊക്കെ? അതെല്ലാം ശ്രുതി എന്നോട് വന്നിട്ട് പറയാൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്. എനിക്ക് ശ്രുതിയെ പോലും അറിയില്ലായിരുന്നു. ഇവളുടെ ഫ്രണ്ട് മീരയുമായിട്ട് എനിക്ക് നേരത്തെ തൊട്ടേ അറിയായിരുന്നു. അങ്ങനെ ഞാൻ ഞങ്ങളുടെ നാട്ടിലുള്ള അടുത്തുള്ള നാടക ട്രൂപ്പുകളിലൊക്കെ നാടകം കളിക്കാൻ പോകാറുണ്ട്. ഈ സമയത്താണ് എനിക്ക് നല്ലൊരു അഭിനയത്തിനുള്ള ചാൻസ് തരാമെന്നും പറഞ്ഞ് ഇവരെന്നെ വന്ന് കാണുന്നത്. അതിനു മുമ്പായിട്ട് ഇവിടെ വന്നിട്ട് ചെറിയ റോളുകളൊക്കെ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആദ്യം തമാശ രീതിയിലാണെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്ന് ചെയ്തത്. പിന്നെയാണ് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ ഞാൻ ഒരുപാട് തവണ ഇവരോട് പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ലെന്ന്. എന്നാൽ ഒരു പെൺകുട്ടി എന്തോ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്, അവളുടെ ജീവിതം ഒരിക്കലും നശിക്കാൻ പാടില്ലല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നത്. എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് രവിയുടെ മുമ്പിൽ കൈകൂപ്പി ഇങ്ങനെ നിൽക്കുകയാണ് ബീരാന്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ചന്ദ്രമതി ഭയങ്കര ദേഷ്യം വന്നിട്ട് അങ്ങ് തളർന്നു കുത്തിപ്പോയി അങ്ങ് ഇരുന്ന് പോവാണ് കേട്ടോ. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ? ഒരു കുടുംബത്തെ മുഴുവൻ പറ്റിക്കാൻ കൂട്ടുനിന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ എത്ര മാപ്പ് ചോദിച്ചാലും ശരിയാവുമെന്നേ? എന്നാൽ ബീരാൻ പറയുന്നുണ്ട്, ഞാൻ മാപ്പർഹിക്കാത്ത തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയാം. എന്നാൽ ആ പെൺകുട്ടിയുടെ ഒരു ജീവിത പ്രശ്നമാണല്ലോ എന്ന് കരുതി കൂട്ടുനിന്ന് പോയതാണ്. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ ബീരാൻ പറയുന്നുണ്ട്. രവി വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ എത്ര വലിയ അഭിനേതാവാണെങ്കിലും ഒരു കുടുംബത്തിൽ വന്നിട്ടാണോ ഇങ്ങനെയുള്ള ഫ്രോഡ് തരങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ, നമ്മളെ പറ്റിച്ച് ഒരു കുടുംബത്തിൽ വന്ന് അഭിനയിച്ച് ഇവനെ ഇപ്പൊ തന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കുക വേണ്ടെന്നേ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, എടാ, ആദ്യം പോലീസിൽ പിടിച്ചു കൊടുക്കേണ്ടതേ നിന്റെ ഭാര്യനെ തന്നെയാണെന്നേ. അപ്പോഴേക്ക് ശ്രുതി അങ്ങും മിണ്ടാതങ്ങ് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ബീരനാണെങ്കിൽ എല്ലാവരോടുമായിട്ട് മാപ്പൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, ശ്രുതി, നീ ഈ ചെയ്തു കൂട്ടിയതൊക്കെ എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ ഒരു കള്ളത്തരം പറഞ്ഞത് അത് മൂടി വെക്കാൻ വേണ്ടിയിട്ട് വീണ്ടും 100 കള്ളത്തരങ്ങൾ നിനക്ക് പറയേണ്ടി വന്നു. ഇനിയെങ്കിലും ഇത്രയും നല്ലൊരു കുടുംബത്തിൽ വന്നു കയറിയിട്ട് സത്യസന്ധമായിട്ട് ജീവിക്കാൻ നോക്കെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ബീരാൻ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബീരാൻ പോയി കഴിയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു മറുപടിയും പറയാനാകാതെ. അപ്പോഴേക്കും രവി വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, അയാൾ പറഞ്ഞിട്ട് പോയത് എന്തൊക്കെയാണ്? നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഈ വീട്ടിലുള്ളവർ മുഴുവൻ പൊട്ടന്മാരാണെന്നാണോ? നീ എന്തിനാണ് ഇത്രയും കള്ളത്തരങ്ങൾ ഇവിടെ പറഞ്ഞതെന്നൊക്കെ. അപ്പോഴേക്കും അങ്കിൾ അത് ഞാൻ ശ്രുതിയുടെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, അല്ല, ശ്രുതിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മലേഷ്യക്കാരിയാണെന്നോ വലിയ കോടീശ്വരൻ്റെ വീട്ടിലെ പെണ്ണാണെന്നൊക്കെ പറയണമെന്ന് നിന്നോടാരാ പറഞ്ഞു തന്നേന്നൊക്കെ ചോദിച്ചിട്ട് രവി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ സമയം ചന്ദ്ര അങ്ങോട്ട് എഴുന്നേറ്റ് ഒരു വരവ് വരുവാണ് കേട്ടോ. രവിയേട്ടൻ, ഇനി ഇവളോട് എന്ത് ന്യായമാണ് പറയുന്നത്? ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുത് നീയെന്നും പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങോട്ട് ശ്രുതിയുടെ നേരെ അങ്ങോട്ട് വരുവാണ് കേട്ടോ. നീ എന്താടി വിചാരിച്ചു വെച്ചിരുന്നത്? ഇപ്പൊ തേണ്ടേ ഇവരെല്ലാവരും എൻ്റെ മുമ്പിലിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങ് ഒച്ചയിടുകയാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ, അത് തന്നെയാണ് കറക്റ്റ് ന്യായമായ വിധി. അച്ഛൻ ഇതിനകത്ത് വിധി പറയാൻ പോകണ്ട. എപ്പോഴും ദേണ്ടേ ഇവരുടെ കാര്യങ്ങൾക്ക് വിധി പറയാനായിട്ട് ഏറ്റവും നല്ല ജഡ്ജി അമ്മ തന്നെയാണ്. അമ്മ തന്നെ ഈ കോടതിയിൽ വിധി പറയട്ടേന്നേ. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, എന്താ ചന്ദ്രേ, നീ ഇപ്പൊ കൂടി വായെടുത്തിങ്ങോട്ട് പറഞ്ഞതല്ലേ ഉള്ളൂ നീ കൊണ്ടുവന്ന മരുമകള് പണക്കാര് വീട്ടിലെ മരുമകളെന്നൊക്കെ. ഇപ്പം മനസ്സിലായില്ലേ പണത്തിന്റെ പുറകെ ഇങ്ങനെ ഉയർന്നുയർന്ന് ആക്രാന്തം പിടിച്ചു പോയാല് ലാസ്റ്റ് എവിടെ ചെന്ന് വന്ന് വീഴുവെന്ന്. ഞാൻ കൊണ്ടുവന്ന എൻ്റെ മരുമകള് എപ്പോഴും സത്യത്തിനും ധർമ്മത്തിനും ഈ കുടുംബത്തിന് അന്തസ്സും അനുസരിച്ച് തന്നെയാണ് ജീവിച്ചിരിക്കുന്നത്. ഇപ്പോഴേ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളില്ലായിരുന്നെങ്കിൽ വീണ്ടും കാലങ്ങളോളം ഈ വീട്ടിലെല്ലാവരും ഈ നാടക അഭിനയങ്ങൾ കണ്ടുകൊണ്ട് പൊട്ടന്മാരായി തന്നെ ഇരിക്കേണ്ടി വന്നേനെന്നൊക്കെ പറഞ്ഞിട്ട് രവി ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതോടെ കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരുവാണ്. കേട്ടില്ലേടി, ഇപ്പോൾ തന്നെ എല്ലാവരും ഈ മുറ്റത്ത് വെച്ചിട്ട് എന്നെ നിർത്തി
ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നീ ഒറ്റയൊരുത്തി കാരണമാണ് ഇതിനെല്ലാത്തിനും കാരണം. നീ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരുന്നത്? എൻ്റെ തലയിൽ കയറിയിരുന്നോ? മുളകരയ്ക്കാന്ന് വിചാരിച്ചിരുന്നോ? എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ വാരിയിട്ട് അങ്ങ് അലക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതിയെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യുകയും അടിച്ചു പുറത്താക്കുകയും ചെയ്യുന്ന ഒരടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ബൈ.